നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശരിക്കും അതിശയകരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. തുളസി. പുരാതനമായ ആത്മീയ വിശ്വാസങ്ങളെയും ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തെയും തമ്മിൽ ഇത്ര മനോഹരമായി ബന്ധിപ്പിക്കുന്ന മറ്റൊരു ചെടിയുണ്ടോ എന്ന് സംശയമാണ്. കേവലം മുറ്റത്തൊരു ചെടി എന്നതിലുപരി നമ്മുടെ ആരോഗ്യത്തിലും സംസ്കാരത്തിലും തുളസിക്കുള്ള ആ വലിയ സ്ഥാനം, അതിന്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോ ഇന്ന് നമ്മൾ പ്രധാനമായും കവർ ചെയ്യാൻ പോകുന്നത് സസ്യങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന തുളസിയുടെ ജീവശാസ്ത്രപരമായ സവിശേഷതകൾ, പ്രധാനപ്പെട്ട മൂന്നിനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പൗരാണിക വിശ്വാസങ്ങൾ, പിന്നെ ഇതിന് പിന്നിലെ ശാസ്ത്രം, ഒടുവിൽ വീട്ടിൽ തുളസി വളർത്താനുള്ള ചില ടിപ്സ് എന്നിവയാണ്. ശരി, നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് വരാം. മീറ്റ് ദി ക്വീൻ ഓഫ് ഹെർബ്സ്. അതായത്, എന്തുകൊണ്ടാണ് ഈ ചെടി ശരിക്കും ഇത്രമാത്രം സ്പെഷ്യൽ ആകുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇതൊരു സാധാരണ ചെടിയല്ല കേട്ടോ. ലോകമെമ്പാടും വലിയ രീതിയിൽ ആദരിക്കപ്പെടുന്ന ഒന്നാണിത്. ശാസ്ത്രീയമായി ഒസിമം ടെനിഫ്ലോറം അല്ലെങ്കിൽ ഹോളി ബേസിൽ എന്ന് വിളിക്കപ്പെടുന്ന തുളസി പുതിനയുടെ അഥവാ മിന്റ് ഫാമിലിയിൽപ്പെട്ട ഒരു കൊച്ചു ചെടിയാണിത്. ചൂടുള്ള കാലാവസ്ഥയിൽ സ്വാഭാവികമായി വളരുന്ന ഇതിന് വളരെ മൃദുവായ തണ്ടുകളും പച്ചയോ അല്ലെങ്കിൽ ഇളം പർപ്പിൾ നിറമുള്ള ഇലകളും കൂട്ടമായി ഉണ്ടാകുന്ന ചെറിയ പൂക്കളുമാണുള്ളത്. ഇതിലെ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്ത എണ്ണകളാണ്. തുളസിക്ക് വളരെ സ്ട്രോങ് ആയ, നമുക്കൊരു ഉന്മേഷം തരുന്നൊരു ഗന്ധമുണ്ടല്ലോ. അതിന് കാരണം ഇതിന്റെ ഇലകളിലുള്ള യൂജനോൾ, കർപ്പൂരം, സിനിയോൾ തുടങ്ങിയ സ്വാഭാവിക എണ്ണകളാണ്. വെറുമൊരു മണം മാത്രമല്ല, തുളസിയുടെ ഈ പറയുന്ന ഔഷധഗുണങ്ങൾക്കൊക്കെ കാരണം ശരിക്കും ഈ പ്രത്യേക ഘടകങ്ങളാണ്. ഇനി നമുക്ക് തുളസിയുടെ വ്യത്യസ്ത വകഭേദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. രാമതുളസി, കൃഷ്ണതുളസി, പിന്നെ വനതുളസി. ഈ മൂന്നിനങ്ങളും കാഴ്ചയിലും ഗന്ധത്തിലും അതുപോലെ രുചിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ കൗതുകകരമായൊരു കാര്യമാണ്. രാമതുളസി നോക്കിയാൽ അതിനിളം പച്ചയിലകളും വളരെ മൃദുവായ രുചിയുമാണുള്ളത്. എന്നാൽ രണ്ടാമത്തെ കൃഷ്ണതുളസിയോ, ഇരുണ്ട പർപ്പിൾ ഇലകളോടുകൂടിയ അതിന് കുറച്ചുകൂടെ കടുത്ത മണവും രുചിയുമാണ്. ഇനി മൂന്നാമത്തേത് വനതുളസിയാണ്. പേര് സൂചിപ്പിക്കുന്നതുപോലെ കുറച്ചുകൂടി വലുപ്പത്തിൽ വളരുന്ന കാട്ടുചെടിയാണിത്. ഇതിന് വളരെ ശക്തമായ ഔഷധഗന്ധമാണുള്ളത്. ഈ മൂന്നിനങ്ങളും നമ്മുടെ പാരമ്പര്യ വൈദ്യത്തിൽ ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. സസ്യശാസ്ത്രത്തിൽ നിന്ന് ഇനി ഇതിന്റെ ആഴത്തിലുള്ള സാംസ്കാരിക പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് മാറാം. സീക്രഡ് റൂട്ട്സ് ആൻഡ് റിച്വൽസ്. ഇന്ത്യയിൽ ഇതിന്റെ പ്രാധാന്യം കേവലം ഒരു ഔഷധം എന്നതിനപ്പുറമാണ്. പുരാതന ആയുർവേദ ഗ്രന്ഥങ്ങൾ തുളസിയെ വിശേഷിപ്പിക്കുന്നത് തന്നെ സസ്യങ്ങളുടെ റാണി എന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇതിന്റെ ആ ഒരു അത്ഭുതകരമായ രോഗശാന്തി ശേഷി തിരിച്ചറിഞ്ഞ് ആളുകൾ നൽകിയ ഒരു രാജകീയ പദവി. വെറുമൊരു പേരല്ല, തലമുറകളായി നമ്മൾ ഈ ചെടിക്ക് നൽകുന്ന വലിയൊരു ആദരവാണിത്. നമ്മുടെ ദൈനംദിന ജീവിതവുമായി തുളസി എത്രത്തോളം ഇഴചേർന്നിരിക്കുന്നുവെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. മിക്കവാറും വീടുകളുടെ നടുമുറ്റത്തോ അല്ലെങ്കിൽ പ്രവേശന കവാടത്തിന് സമീപത്തോ തുളസിത്തറകൾ നമ്മൾ കാണാറില്ലേ? രാവിലെയുമുള്ള വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ, ദിവസവും വെള്ളമൊഴിക്കുന്നത്, ചെടിക്ക് സമീപം വിളക്ക് കൊളുത്തുന്നത്, ഇതൊക്കെ നമുക്ക് വളരെ പരിചിതമായ കാര്യങ്ങളാണ്. ഹിന്ദു വിശ്വാസപ്രകാരം ലക്ഷ്മി ദേവിയുമായും വിഷ്ണു ഭഗവാനുമായും ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ചെടി ശരിക്കും പറഞ്ഞാൽ വിശുദ്ധിയുടെയും ഭക്തിയുടെയും ഒപ്പം സംരക്ഷണത്തിന്റെയും ഒരു പ്രതീകം കൂടിയാണ്. ഇതിൽ സാംസ്കാരികമായ മറ്റൊരു കൗതുകം കൂടിയുണ്ട്: തുളസി വിവാഹം. ഒരു ചെടിയെ അക്ഷരാർത്ഥത്തിൽ മഹാവിഷ്ണുവുമായി പ്രതീകാത്മകമായി വിവാഹം കഴിപ്പിക്കുന്നൊരു വാർഷിക ആഘോഷമാണത്. ഒരു സസ്യത്തിന് മനുഷ്യർ നൽകുന്ന പരമോന്നതമായ സ്ഥാനവും ആദരവും എത്രത്തോളമുണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഇനി ഇതിന്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് വരാം. ദ സയൻസ് ഓഫ് ഹീലിംഗ്. പൗരാണിക വിശ്വാസങ്ങളും ആധുനിക ശാസ്ത്രവും തമ്മിൽ എങ്ങനെ ഒത്തുപോകുന്നു എന്ന് നോക്കാം. ആയുർവേദവും ഇന്നത്തെ ആധുനിക ശാസ്ത്രവും തമ്മിൽ ഇവിടെ വളരെ മനോഹരമായൊരു ബന്ധമുണ്ട്. അതായത് ചുമ, ജലദോഷം, തൊണ്ടവേദന, പനി, ദഹനപ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ ആയുർവേദം തുളസിയുടെ ഇലയും തണ്ടും വേരും വിത്തുമെല്ലാം കാലങ്ങളായി ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെ പ്രതിരോധശേഷി കൂട്ടുമെന്നവർ വിശ്വസിച്ചു. എന്നാൽ ഇന്നത്തെ ലബോറട്ടറികളിൽ ആധുനിക ശാസ്ത്രം ഇത് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്താണ് കണ്ടെത്തിയതെന്നോ? ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവയെ നശിപ്പിക്കാനും ശരീരത്തിലെ നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുമുള്ള ഘടകങ്ങൾ ഇതിൽ കൃത്യമായി അടങ്ങിയിട്ടുണ്ട് എന്ന് ശാസ്ത്രമിന്ന് സംശയലേശമന്യേ തെളിയിച്ചിരിക്കുകയാണ്. ശരിക്കും ഗംഭീരമല്ലേ അത്?
ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഈ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടുതന്നെ ഇന്ന് ലോകമെമ്പാടും തുളസി ബേസ്ഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വലിയൊരു ഡിമാൻഡ് തന്നെയുണ്ട്. ഇത് വെറുമൊരു നാട്ടുവൈദ്യത്തിൽ മാത്രം ഒതുങ്ങു നിൽക്കുന്ന ഒന്നല്ല എന്ന്. തുളസി ടീ, എസൻഷ്യൽ ഓയിലുകൾ, ഔഷധ ഗുളികകൾ, പിന്നെ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ, നാച്ചുറൽ ഹെൽത്ത് സപ്ലിമെന്റുകൾ എന്നിവയിലൊക്കെ ഇന്ന് തുളസി ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ്. ആധുനിക വെൽനസ് ഇൻഡസ്ട്രി ഈ സസ്യത്തെ ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ എക്സ്പ്ലെയിനറിന്റെ അവസാന ഭാഗത്തേക്ക് വരാം. ഗ്രോയിങ് യുവർ ഓൺ ഹോളി ബേസിൽ. ഇത്രയും സ്പെഷ്യലായ ഈ ചെടിയെ എങ്ങനെ നമ്മുടെ വീട്ടിലും എളുപ്പത്തിൽ വളർത്താമെന്ന് നോക്കാം. ഇതിലേറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്നാൽ ഇത് വളർത്താൻ ഭയങ്കര എളുപ്പമാണെന്നതാണ്. വളരെ സിമ്പിളായ 3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായി, നല്ല സൂര്യപ്രകാശവും ചൂടുള്ള കാലാവസ്ഥയും ഉറപ്പാക്കുക. രണ്ടാമതായി, വെള്ളം കെട്ടിനിൽക്കാത്ത മണ്ണിൽ വേണം ഇത് നടാൻ. അത് ചട്ടിയിലോ ബാൽക്കണിയിലോ ഗാർഡനിലോ എവിടെയുമാകാം. മൂന്നാമതായി, ദിവസവും വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക. ഓവറായിട്ട് വെള്ളം ഒഴിച്ചാൽ ഇതിന്റെ വേരുകൾ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത്രയുള്ളൂ കാര്യം. ഇനി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു എക്സ്ട്രാ ഫാക്റ്റ് കൂടെ പറയാം. വീട്ടിൽ ഒരു തുളസി വളർത്തിയാൽ കിട്ടുന്നൊരു ഫ്രീ ബോണസാണിത്. തുളസിയുടെ ആ ഒരു സ്ട്രോങ് ആയ ഗന്ധം കൊതുകുകളെയും മറ്റു പ്രാണികളെയും സ്വാഭാവികമായി അകറ്റി നിർത്താൻ സഹായിക്കും. എന്നാൽ അതേസമയം ഇതിന്റെ ചെറിയ പൂക്കൾ പ്രകൃതിക്കു ഗുണകരമായ പേനീച്ചകളെയും പൂമ്പാറ്റുകളെയും ആകർഷിക്കുകയും ചെയ്യും. അതായത് നമ്മുടെ വീടിനും ചുറ്റുപാടിലെ ഇക്കോസിസ്റ്റത്തിനും ഇതൊരുപോലെ ഗുണം ചെയ്യുമെന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ ഈ എക്സ്പ്ലെയിനറിനെ അവസാനത്തിലെത്തി നിൽക്കുകയാണ്. സയൻസും പ്രകൃതിയും ആരോഗ്യവും പിന്നെ ആത്മീയതയും എത്ര അധികം ഒത്തുചേരുന്ന മറ്റൊരു ചെടി ശരിക്കും അപൂർവമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ആത്മീയമായ വിശ്വാസത്തിനു വേണ്ടിയായാലും അതല്ലെങ്കിൽ തികച്ചും സ്വാഭാവികമായ രോഗശാന്തിക്കും ആരോഗ്യത്തിനു വേണ്ടിയായാലും സസ്യങ്ങളുടെ റാണിയെ നിങ്ങളുടെ വീട്ടിലേക്ക് കൂടി ക്ഷണിക്കാൻ സമയമായില്ലേ? തീർച്ചയായും ഒന്ന് ആലോചിച്ചു നോക്കൂ. മറ്റൊരു കിടിലൻ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.